എല്ലാവർക്കും വീഡിയോ വാലറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഇന്നത്തെ സ്പെഷ്യൽ ഡെലീഷ്യസ് ബനാന സ്റ്റിക്കാണ്. വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനൊരു ഏത്തപ്പഴം എടുത്തു വച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അതൊന്ന് ചൂടാകണം. ഇതിലോട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന പീസസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്ര തന്നെ മതിയാവും. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഫ്രൈ ചെയ്താൽ തന്നെ മതിയാവും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അതിലിപ്പോൾ ഒരു കളർ ചേഞ്ച് വന്നതുണ്ടോ, അതാണ് അതിൻ്റെ ഒരു പരുവം. ആ സമയത്ത് വേണം നമുക്കത് മാറ്റി വെക്കാനായിട്ട്. ഞാനൊരു മുട്ട എടുത്ത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ പഞ്ചസാര അലിയുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ അല്ലാതെയാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ വേഗം മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് നന്നായിട്ട് അലിയണ വരെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെക്കാം. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ മുട്ടയുടെ മിക്സിലോട്ട് ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബനാന ഇതിനകത്തോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി അത് ഓരോന്നായിട്ട് മിക്സ് ചെയ്ത ബനാന പീസസ് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. നമുക്കത് മറിച്ച് വെച്ച് കൊടുക്കാം. നല്ലൊരു കളർ ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട് മറ്റേ സൈഡ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സൈഡിലും ആ ഒരു
കളറ് വരണം. അതുവരെ നമുക്കതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റിക്കാണിത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഇതിനെ ഒന്ന് ഇതുപോലെ അകത്തോട്ട് വെക്കാം. ബനാന ഓരോ പീസും എടുത്ത് നമുക്കിതുപോലെ കുത്തി വെക്കാം. ഞാൻ 3 പീസ് വെച്ചിട്ടാണ് വെക്കുന്നത്. ഇതുപോലെ വയ്ക്കാം. എല്ലാം നമുക്കിതുപോലെ തന്നെ വെക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് കൂടി വെച്ച് കൊടുക്കാം ഇതുപോലെ. അപ്പം നമ്മുടെ ഡെലീഷ്യസ് ബനാന സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻ്റ് അറിയിക്കണം. ഷെയർ ചെയ്യാൻ മറക്കരുത്.